ഇന്ന് ഞാൻ തലശ്ശേരി സ്റ്റൈലുള്ള നെയ്ച്ചോറാണ് തയ്യാറാക്കുന്നത്. നമ്മൾ പൊതുവേ നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, ക്യാരറ്റ് ഇവയൊന്നും ചേർക്കാറില്ല. അതുപോലെ നെയ്ച്ചോറിനായാലും ബിരിയാണിക്കുള്ള ചോറായാലും ഈ ഒരു രീതിയിലാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ 2 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. അതായത് നേരിയരി. നമ്മൾ ഈ ഒരു ബിരിയാണിക്കും നെയ്ച്ചോറിനെല്ലാം വെക്കുന്ന ഈ ഒരു അരിക്ക് നേരിയരി എന്നാണ് പറയുക. ഈ ഒരു അരി നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നമ്മൾ ഒരിക്കലും തന്നെ ബിരിയാണിയോ നെയ്ച്ചോറോ വെക്കുന്ന സമയത്ത് ബാസ്മതി റൈസിൽ വെക്കാറില്ല. നേരിയരിയിലാണ് നമ്മൾ ഈ ഒരു ബിരിയാണി നെയ്ച്ചോറെല്ലാം ഉണ്ടാക്കാറ്. നമുക്ക് ഈ അരി ആദ്യം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. അതുപോലെ അരി വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്താൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അരി കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഇതിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. കാരണം നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതാണ്. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് അരി വറുത്തെടുക്കാൻ പറ്റില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ചോറുണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ചിട്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഇതിപ്പം ഉരുകിക്കഴിഞ്ഞാൽ ഒരു 3-4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇത് നല്ല കട്ട നെയ്യാണ്. അപ്പോൾ അതാണ് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അളവിനാണ് പറഞ്ഞത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ്. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ചിലർ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുക. അപ്പോൾ നിങ്ങൾ ഡെയിലി വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്താലും മതി. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി നമുക്ക് ഈ ഒരു നെയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു കളറ് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സവാള ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ കളറ് മാറിയ പാടന്നെ നമ്മളിത് എണ്ണയിൽ നിന്ന് മാറ്റണം. നമ്മളിത് കളറ് നല്ലൊരു ഡാർക്ക് കളറാകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ഇത് കരിഞ്ഞ പോലെയാണ് ഉണ്ടാവുക. കാരണം നമ്മൾ സവാള ഫ്രൈ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ കളറൊന്ന് മാറും. അപ്പോൾ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ നമ്മളിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല കറക്റ്റ് കളറായിട്ട് കിട്ടും. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു കളറിൽ വരുന്ന സമയത്ത് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളർ കുറച്ചുകൂടി ഡാർക്കായിട്ട് വരും. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒന്നിച്ച് ഉണക്കമുന്തിരി ചേർക്കുക. പൊതുവേ ഉണക്കമുന്തിരി ചേർക്കാറുണ്ട്. പക്ഷേ ചിലർക്ക് ആ ഒരു ചോറ് കഴിക്കുന്ന സമയത്ത് ആ ഒരു മുന്തിരിയുടെ ഒരു മധുരം ഇഷ്ടം ഉണ്ടാവില്ല. ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മുന്തിരി ചേർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുന്തിരി ചേർക്കുക, അല്ലെങ്കിൽ ഇതുപോലെ അണ്ടിപ്പരിപ്പ് മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഈ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അത്രക്ക് ചേർത്താൽ മതി. പിന്നെ ഈ ഒരു അണ്ടിപ്പരിപ്പ് നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള എണ്ണയിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ബേ ലീഫ്, 3 ഏലക്ക ഒന്ന് കുത്തിയെടുത്തതാണ്. അതുപോലെ ചെറിയ കഷ്ണം പട്ട, ഒരു 5 ഗ്രാമ്പു, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇതിനൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ ബാക്കി വെച്ച സവാള, നമ്മൾ നേരത്തെ പകുതി സവാളയാണ് ഫ്രൈ ചെയ്തെടുത്തത്, അതിൽ നിന്നുള്ള ബാക്കി പകുതി സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സവാളനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളൻ്റെ കളറൊന്നും മാറി വരണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു അരി ഇങ്ങനെ വറുക്കുന്ന സമയത്ത് അരിൻ്റെ ഒരു കറക്റ്റ് വറവ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അരി വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വായിൽ വെച്ചൊന്ന് കടിച്ച് നോക്കുക. അപ്പോൾ നന്നായിട്ട് പൊട്ടുന്നുണ്ടെങ്കിൽ കറക്റ്റ് വറവായി എന്നാണ് അർത്ഥം. അതെല്ലാം ഇങ്ങനെ കടിക്കുന്ന സമയത്ത് കുറച്ചുകൂടി സോഫ്റ്റും അതുപോലെ കുറച്ചൊരു വെള്ളം കയറിയ പോലെയെല്ലാം ഉണ്ടെങ്കിൽ പിന്നെയും നമ്മൾ വറുക്കാം. അതുപോലെ നന്നായിട്ട് വറുത്ത് വരുന്ന സമയത്ത് അരി കുറച്ചുകൂടി വൈറ്റ് കളറായിട്ട് വരും. ഈ ഒരു 2 കാര്യം നോക്കിയിട്ടാണ് അരി വറുക്കേണ്ടത്. നമ്മൾ വായിലിങ്ങനെ ഇടുന്ന സമയത്ത് കുറച്ചൊരു നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ടാകും നമ്മുടെ അരി. ആ ഒരു രീതിയിൽ നമ്മൾ വേണം അരിനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. വായിലിടുന്ന സമയത്ത് നമുക്കത് മനസ്സിലാകും. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ അരി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. വായിലിട്ട് ഇങ്ങനെ കടിച്ച് നോക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം.
ഇപ്പം നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്ന സമയത്ത് നല്ല തിളച്ച വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 3 കപ്പ് തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. അതായത് 2 കപ്പ് അരിക്ക് 3 കപ്പ് നല്ല തിളച്ച വെള്ളം. പിന്നെ നമ്മൾ അരിൻ്റെ വെള്ളം മനസ്സിലാക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഒരു അരിയിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് അരി താഴെയും അതുപോലെ വെള്ളം മുകളിലേക്കായിരിക്കണം. അതായത് നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ മുകളിലേക്കായിട്ട് ഒട്ടും തന്നെ അരി കാണാൻ പാടില്ല. ആ രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അരിൻ്റെ നേരെ മുകളിലേക്കായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ചോറൊന്ന് തിളപ്പിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കുക. എത്രത്തോളം കുറച്ച് വെക്കാൻ പറ്റുമോ അത്രയും തീ കുറച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ അടച്ച് വെക്കാം. ഇനി നമുക്കിങ്ങനെ അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചോറ് തുറന്ന് നോക്കാം. ഇപ്പോൾ ചോറിൻ്റെ മുകൾ ഭാഗത്തുള്ള വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. എന്നാൽ വെള്ളം മുഴുവനായിട്ട് വറ്റിയിട്ടില്ല. അടിയിൽ കുറച്ച് വെള്ളമുണ്ട്. ഈ ടൈമിൽ നമുക്ക് ചോറൊന്ന് മറിച്ചിടാം. നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് ചോറ് കട്ട കെട്ടാനുള്ള ഒരു പ്രധാന കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്കേ ഇങ്ങനെ തുറന്ന് നോക്കി മറിച്ചിട്ട് കളിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയാകുമ്പോൾ ചോറ് പൊട്ടിപ്പോയിട്ട് കട്ട കെട്ടും. നമ്മൾ 2 or 3 തവണ മാത്രമേ ചോറ് മറിച്ചിടാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു തവണ ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ചോറ് മറിച്ചിടാം. ഇപ്പോൾ നമ്മുടെ ചോറ് ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മുകൾ ഭാഗത്തുള്ള ചോറും കൂടി ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മറിച്ചിടുന്നത്. ഇനി നമുക്ക് ഇതിനെ അടച്ച് വെച്ച് വീണ്ടും ഒരു 2 or 3 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് നല്ല കറക്റ്റ് വേവായിട്ട് വരും. മാക്സിമം ഒരു 15 മിനിറ്റാണ് ഈ ഒരു ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കൂടി ഇത് വേവിച്ചതിന് ശേഷം നമുക്ക് ചോറ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഇതിലേക്ക് ചോറ് ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടി അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും ചോറ് നന്നായിട്ട് വെന്ത് വരും. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ചോറ് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല നെയ്ച്ചോറിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ചോറ് ഒട്ടും തന്നെ കട്ട കെട്ടിയിട്ടില്ല. എന്നിട്ട് നല്ല കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്ക് ഉള്ള നെയ്ച്ചോറാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് മസാലയിലേക്ക് ചോറിട്ട് കൊടുക്കാം. അതിൽ നമ്മൾ നെയ്ച്ചോറായിട്ടാണ് എടുക്കുന്നത് എങ്കിൽ നമ്മൾ ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വീണ്ടും കുറച്ച് സമയം അടച്ച് വെക്കണം. അങ്ങനെ ആകുമ്പോഴായിരിക്കും നമ്മുടെ ചോറിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവാം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർക്കുന്നുണ്ട്. ഇങ്ങനെ നെയ്യ് ചേർക്കുമ്പോൾ നമ്മുടെ ചോറിന് നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു നെയ്യിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി മുന്നിൽ നിൽക്കും. നമ്മൾ നെയ്ച്ചോറാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നെയ്യിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി മുന്നിൽ നിൽക്കുമ്പോൾ ചോറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു നെയ്യ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി നെയ്യ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് സമയം കൂടി അടച്ച് വെക്കാം. ഈ ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഈ ഒരു ചോറിനെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ നെയ്ച്ചോറ് എപ്പോഴും ചൂടോടുകൂടി കഴിക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. കാരണം നമ്മളിതിലേക്ക് നെയ്യ് ചേർത്തത് കൊണ്ട് തന്നെ നല്ല തണുത്തിട്ടാകുന്ന സമയത്ത് ഈ ഒരു നെയ്യ് കട്ട പിടിക്കും. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചൂടോടുകൂടി കഴിക്കാനാണ് നെയ്ച്ചോറ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവാം. അതുപോലെ നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് അരിയിലുള്ള ഒരു വ്യത്യാസത്തിനനുസരിച്ചിട്ട് വെള്ളത്തിലും വ്യത്യാസം വരാം. അതുപോലെ വേവിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കും. ചില അരിക്ക് കുറച്ചും കൂടി വേവ് വേണ്ടി വരും, ചില അരിക്ക് അത്ര വേവ് വേണ്ടി വരില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ ഓരോരോ അരി എടുക്കുന്നതിനനുസരിച്ചിട്ട് അതിൽ വെള്ളത്തിലും വേവിലെല്ലാം മാറ്റം, കുറച്ച് ചെറിയൊരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ചോറ് ആയതിന് ശേഷം നമ്മുടെ ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് മുഴുവൻ സവാളയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഈ ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാം.
അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി സ്റ്റൈൽ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.